ഈ അനുഭവം നിങ്ങളൊരു സിനിമ കാണുകയാണോ എന്ന് തോന്നിപ്പോവും. നമ്മുടെ ഗിരിജ വിശ്വനാഥൻ നമ്മുടെ ഗ്രൂപ്പിലെ അമ്മയാണ്. അപ്പം കേൾക്കാൻ കാത്തിരിക്കുക എല്ലാവരും. അത്രയും ഒരു എക്സൈറ്റ്മെൻ്റ് ഉള്ള ഒരു അനുഭവമാണ്. തീപിടുത്തമാണ് മുഴുവൻ. ഹരേ കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഇതും ഒരു അനുഭവക്കുറിപ്പാണ്. കുറച്ച് പഴയത്. ഒരു 16 വർഷങ്ങൾക്ക് മുമ്പ് എനിക്കുണ്ടായതാണ്. ഞാൻ രാവിലെ മക്കളെ സ്കൂളിൽ പോയി കഴിഞ്ഞ് അടുക്കളയിലെ ജോലി തീർത്തതിന് ശേഷം വിറക് ചൂടാക്കാൻ അടുപ്പിന് മുകളിൽ എടുത്തു വെച്ചു. എണ്ണ കട്ട പിടിക്കുന്നത് കാരണം ആ തറയിൽ വെച്ചിട്ട് ഞാൻ വീടിൻ്റെ താഴെ തോട്ടിൽ തുണി നനയ്ക്കാൻ പോയിട്ടോ. തൊട്ട് താഴെയാണ്. കൂടി വന്നാൽ അരമണിക്കൂറായി കാണും. മൂത്ത ചേട്ടത്തി വന്ന് വിളിയോട് വിളി. പേടിച്ച് ഞാൻ ഓടിച്ചെന്നപ്പോൾ എൻ്റെ വീടിൻ്റെ ചിമ്മിനിയിൽ കൂടി തീ കത്തി പടർന്ന് പുറത്തേക്ക് തീയും പുകയും വരുന്നു. ഓടി വന്ന് അടുക്കളയിൽ കയറി നോക്കിയപ്പോൾ അടുപ്പിലിരുന്ന വിറകിന് തീ പിടിച്ച് മുകളിലേക്ക് കത്തിക്കയറി. റബ്ബർ ഷീറ്റ് ഉണങ്ങാനിട്ടിരുന്നതിൽ തീ പിടിച്ച് താഴെ കിടന്ന് കത്തുന്നു. മുകളിൽ ചിമ്മിനിയുടെ കൂടെ ചെറിയൊരു മുറിയുണ്ടായിരുന്നു. അതിൽ വിറകുകളും ഷീറ്റും ഉണ്ടായത് കത്തിക്കൊണ്ടിരിക്കുന്നു. എന്താണ് കാണുന്നത്? എണ്ണക്കുപ്പി മറിഞ്ഞു വീണിട്ടില്ല. എങ്ങനെ ഇത്ര തീ വന്നതൊന്നും അറിയില്ല. മുകളിലെ വാട്ടർ ടാങ്ക് ഉരുകി ഒലിക്കുന്നു. ടെലിഫോൺ വയർ കത്തിയത് കാരണം ഫോൺ ചെയ്യാനും ആരെയും വിളിക്കാൻ പറ്റുന്നില്ല. എന്ത് വേണമെന്നറിയാതെ പകച്ച നിമിഷങ്ങൾ. ചേട്ടത്തി ഉടനെ അടുത്ത വീട്ടിലെ ആളുകളെ വിളിച്ചുകൂട്ടി. ഞാൻ എൻ്റെ കൃഷ്ണ, എന്താ നീ ഇങ്ങനെ ഞങ്ങളെ വിഷമിപ്പിക്കുന്നത് എന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് വീണ്ടും കയറി ചെന്നപ്പോൾ തീക്കട്ടകളും ഷീറ്റും വീണ് അലമാറിയിലിരുന്ന മിക്സി അങ്ങനെയുള്ള സാധനങ്ങൾ ഉരുകുന്നു. ഭാഗ്യമെന്ന് പറയട്ടെ, അടുപ്പിൻ്റെ അടുത്ത് സ്ലാബിൽ ഗ്യാസ് കുറ്റിക്ക് ഒന്നും സംഭവിച്ചില്ല. ഓടി വന്ന ഒരു അയൽവാസി വേഗം ഗ്യാസ് കുറ്റിയും അതിൻ്റെ അടുപ്പും കൂടി പുറത്തേക്കിട്ടു. ഞാൻ വീണ്ടും എൻ്റെ അടുക്കളയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് ഒഴിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നു. എൻ്റെ വീടിൻ്റെ അടുക്കള ഭാഗത്തേക്ക് ഒരാൾ ഓടി വരുന്നത് കണ്ടുട്ടോ. അടുത്ത് വന്നപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു സഹോദരനായിരുന്നു. ആ നിമിഷം എൻ്റെ കണ്ണിൽ നിന്ന് ഒരിക്കലും എനിക്ക് മറയില്ല. കാവ്യ മുണ്ടെടുത്ത് തലയിൽ വെള്ളത്തോർത്ത് ഒരു പ്രത്യേക രീതിയിൽ കെട്ടിവെച്ചിരിക്കുന്നു. നെറ്റിയിൽ ഗോപിക്കുറി. വന്നിട്ട് എന്നോട് പറഞ്ഞു, ഗിരിജാമേ കറണ്ടില്ലേ, മോട്ടർ അടിക്കൂ, അപ്പോൾ ചിമ്മിനിയിൽ കൂടി നനയ്ക്കാമല്ലോ എന്ന്. അപ്പോഴാണ് ഞാനും അത് ഓർത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനും ഓർത്തില്ല എപ്പോൾ അടിക്കാമെന്ന്. വന്നവരിൽ 3 പുരുഷന്മാർ മാത്രമേ ഉള്ളൂ, ബാക്കി സ്ത്രീകളാണ്. ആരും മുകളിൽ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല. ശരി എന്ന് പറഞ്ഞ് ഞാൻ വെള്ളം അടിച്ചു. വന്ന ആള് പോയിട്ടോ. വലിയ അപകടങ്ങളില്ലാതെ അങ്ങനെ പോയി. ഷീറ്റ് വേറെ ആളുകളുടെ ആയിരുന്നു. ഞങ്ങൾ വെട്ടിയിട്ട് ഷീറ്റാക്കി കൊടുക്കുന്നതായിരുന്നു. അങ്ങനെ ചേട്ടനെയും ആരോ പോയി വിളിച്ചു കൊണ്ടുവന്നു. എല്ലാം ക്ലീൻ ചെയ്ത് രാത്രി വരെ ആളുകൾ വന്നും പോയും ഇരുന്നു. പിറ്റേന്ന് എൻ്റെ വീട്ടിൽ വന്ന് വെള്ളം അടിക്കാൻ പറഞ്ഞ പയ്യൻ്റെ ഭാര്യയും മകളും വന്നു. അവർ പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു, നെല്ലിക്കുഴിയിൽ വിഷുവിൻ്റെ വീട്ടിലായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നതാണ് എന്ന് അറിഞ്ഞത്, ഈ കാര്യങ്ങൾ അറിഞ്ഞത്. ആ പയ്യനെ ഞങ്ങൾ വിളിക്കുന്ന പേരാണ് വിഷു എന്ന്. വിശ്വനാഥൻ എന്നാണ് പേര്. അപ്പോൾ ഞാൻ ചോദിച്ചു, അപ്പോൾ വിഷു പറഞ്ഞില്ലേ ഇന്നലെ വിഷു ഇവിടെ വന്ന് കണ്ടതാണല്ലോ എന്ന്? അപ്പോൾ അവർ പറഞ്ഞു, അതെങ്ങനെയാ, ഇന്നലെ വിഷു അവിടെ നെല്ലിക്കുഴിയിലായിരുന്നല്ലോ. ഞാനും മക്കളും മാത്രമേ ഇന്ന് വന്നത്. കൃഷ്ണ ഗുരുവായൂരപ്പ, എൻ്റെ വള്ളുവത്തേവരെ, എൻ്റെ കണ്ണ എന്ന് വിളിച്ച് ഞാൻ അടുക്കളയിൽ നിന്ന് വടക്ക് ഭാഗത്തേക്ക് നോക്കി തൊഴുതു പൊട്ടിക്കരഞ്ഞു. എൻ്റെ വിളി കേട്ട് ആ പയ്യൻ്റെ രൂപത്തിലെത്തി വെള്ളം അടിക്കാൻ ഓർമ്മിപ്പിച്ചത് എൻ്റെ ഭഗവാൻ അല്ലാതെ വേറെ ആരാ കണ്ണ? ഇത് കേട്ട് ആ വന്നവർക്കും അത്ഭുതമായി. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. വിളിച്ചാൽ വിളിപ്പുറത്ത് ആപൽഘട്ടത്തിലെത്തി ഞങ്ങളെ രക്ഷിച്ചു ഭഗവാൻ. എൻ്റെ കൂട്ടുകാരെ, ഇത് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുകയാണ്. ഭഗവാൻ പരീക്ഷിച്ചാലും വിട്ടുകളയില്ല എന്ന് ഉറപ്പുണ്ട്. എല്ലാവരും വിശ്വസിക്കാൻ വേണ്ടിയാണ്. എന്താ പറയേണ്ടതില്ലേ? ആരായിരുന്നു വന്നത്? അങ്ങനെ ഒരു എന്താണ്, അപ്രതീക്ഷിതമായിട്ട് ഭഗവാൻ അങ്ങനെ ചില അത്ഭുതങ്ങൾ കാണിക്കൂലേ. നമ്മൾ കാണാത്തത് കണ്ടു എന്ന് തോന്നും, കണ്ടത് കണ്ടില്ല എന്ന് തോന്നും. ആരോ വന്ന് വഴി പറഞ്ഞു തന്നു, ആരോ വന്ന് എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. എന്താ, എനിക്കൊന്നും പറയാനില്ല ഈ അനുഭവത്തെക്കുറിച്ച്. അത്രയും ഗംഭീരം, അത്രയും ഗംഭീരം. കുറേ ദിവസമായി അമ്മ അയച്ചു തന്നിട്ട് ഞാനങ്ങനെ ഓർമ്മിപ്പിക്കുക എന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് ആളുകളോട് പറയുന്നുണ്ട് അനുഭവങ്ങളെക്കുറിച്ച്. ഈ അനുഭവം വളരെ എന്താണ്, നമ്മുടെ ത്രില്ലിങ് മാത്രമല്ല കേട്ടോ, നമ്മളെ ഭക്തിയെ അങ്ങോട്ട് മുറുകെ പിടിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിരിക്കുന്നു. ഒന്നും പറയാനില്ല, എല്ലാവരിലേക്ക് എത്തിക്കുക. അമ്മ ഗ്രൂപ്പിലെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മെമ്പറാണ്. വളരെ ആക്റ്റീവായിട്ടുള്ള, എല്ലാവരുമായിട്ടും നല്ല ബന്ധമുള്ള രമയാണ്. അപ്പം വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരാം, ജോയിൻ ബട്ടണിലൂടെ വരണം. ഈ അനുഭവം എല്ലാവരിലേക്ക് എത്തിക്കുക. വേറെ വിശേഷങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. ഹരേ കൃഷ്ണ.